ഹായ്, ഇന്ന് കുറച്ച് പട്ടത്തിമാന്തൽ കിട്ടിയിട്ടുണ്ട്. അത് വറുത്തരച്ച് കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായത് 1/2 കിലോ പട്ടത്തിമാന്തൽ, നാളികേരം, ചെറിയുള്ളി ഒരു 3-4 എണ്ണം, കുറച്ച് വേപ്പിൻ്റെ ഇല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തേങ്ങ വറുത്താലോ? എന്നാൽ തേങ്ങ വറുക്കാനുള്ള പരിപാടി നോക്കാം. ആദ്യം പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരവും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. നാളികേരം നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂക്കട്ടെ. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, മുളക് പൊടി 3 സ്പൂൺ. എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറവാണ് യൂസ് ചെയ്യുന്നവർക്ക് ഇതിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മുടെ പൊടികളുടെ അളവുകൾ കൂട്ടിയും കുറച്ചും നമുക്ക് യൂസ് ചെയ്യാം. മല്ലിപ്പൊടി 3 സ്പൂൺ. ഇനി ഇതൊന്ന് നന്നായി ഇളക്കാം. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് പൊടികളെല്ലാം ഇട്ട് കൊടുത്തത്. തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് കരിയും. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓഫാക്കി വെച്ചിട്ടോ പൊടികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് ചൂടായാൽ മതി ഇത്. അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് അരയ്ക്കാം. അരയ്ക്കുമ്പോൾ പുളിയും കൂടി അതിൻ്റെ കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. പുളി വീട്ടിലുണ്ടായ പുളിയാണ്. അത് ഉണക്കി കുരു കളഞ്ഞ് ഉപ്പിലിട്ടതാണ്. അത് കഴുകി നമ്മൾ അളവിനുള്ളത് എടുത്ത് നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കുന്നതേ ഉള്ളൂ. പിഴിഞ്ഞ് യൂസ് ചെയ്യണവർക്ക് പിഴിഞ്ഞ് യൂസ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് കറി കലക്കാം. അതിലേക്ക് കറി കലക്കാൻ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും 4 പച്ചമുളകും 1 തക്കാളിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ടിട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പിൽ തക്കാളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൈകൊണ്ട് നന്നായി യോജിപ്പിക്കാം. വേണമെങ്കിൽ ചെയ്യാവുന്നതാണത്. ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ കറി ഉണ്ടാക്കുന്നത്, നമുക്ക് കട്ടിക്കറിയാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ല കറി കുറച്ച് വെള്ളം ടൈപ്പാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് നമ്മളെ കറിക്ക് വെള്ളം ആവശ്യം, അതിനനുസരിച്ച് നമുക്ക് കറിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കലക്കി അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് വെക്കാം. മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഒന്ന് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. കറി നന്നായി തിളച്ചു. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ എരി നോക്കിയിട്ട് കൂടുതൽ വേണ്ടവർക്ക് എരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മാന്തൽ ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ചാൽ മതി. കാരണം മാന്തലിന് അധികം വേവില്ല. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാന്തൽ റെഡിയാവും. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പട്ടത്തി മാന്തൽ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കാം. കറി ഒന്ന് താളിച്ചെടുക്കാം. അതിനൊരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും 2-3 ചെറിയുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഒന്ന് മൂക്കട്ടെ.
അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പട്ടത്തി മാന്തൽ വറുത്തരച്ച കറി റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. പ്ലീസ് സബ്സ്ക്രൈബ്.